പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ പുസ്തകത്തിൽ കണ്ടു കാണും. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അതാണ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ. പീരിയോഡിക് ടേബിളിനെ പറ്റിയെല്ലാം നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടി പഠിച്ചിട്ടുണ്ടാവും. ഓരോ മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണ്, പിന്നെ ബോർ മാതൃകകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായി നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11 ഇലക്ട്രോണുകളുണ്ട്. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും? 2, 8, 1. അതായത് 3 ഷെല്ലുകളിലായിട്ട് ഈ 11 ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ എന്നിവ നമുക്ക് എഴുതാനായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഷെല്ലിലെ അവസാനത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ സോഡിയത്തിൻ്റെ കാര്യത്തിൽ 1. ഇനി അടുത്തത് പീരിയഡ് നമ്പർ. പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഷെല്ലുകളുണ്ടോ അത്രയും ആ ഷെല്ലുകളുടെ എണ്ണമാണ് ശരിക്കും നമ്മൾ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ഷെല്ലുകളുള്ള സ്ഥിതിക്ക് 3 ആയിരിക്കും. ഇനി ഇതിൽ 1ാം ഗ്രൂപ്പിൽ വരുന്ന ഈ മൂലകം ലോഹമാകാനാണോ അലോഹമാകാനാണോ സാധ്യത? നമുക്കറിയാം ഒരു മൂലകം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസത്തെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മൂലകവും അതിൻ്റെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം കൈവരിച്ച് സ്ഥിരത നേടുന്നതിന് വേണ്ടിയിട്ട് അതിന് ചിലപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ സോഡിയത്തിൻ്റെ കാര്യത്തിൽ ഈ അവസാനത്തെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം കൈവരിക്കാൻ സാധിക്കും. അതിനാൽ സോഡിയം എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഒരു മൂലകമാണ്. അതിനാൽ ഈ സോഡിയം എന്ന് പറയുന്നത് ഒരു ലോഹം ആണ്. ഇനി നമുക്ക് നോക്കാം, ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്നും അകലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ അകലം കൂടുമ്പോൾ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം എന്ത് സംഭവിക്കും? കൂടുകയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 1 ആണ്. 2, 1 എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ലിഥിയത്തിനകത്ത് 3 ഇലക്ട്രോണുകളുണ്ട്. അത് 2 ഷെല്ലുകളിൽ, ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 1 എന്ന ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പട്ടിക, പുസ്തകത്തിലുള്ള ഒരു പട്ടികയാണിത്. ഇത് സോഡിയം, ആർഗൺ എന്നീ മൂലകങ്ങളുടെ ഷെല്ലുകൾ തന്നിട്ടുണ്ട്, KLM. അപ്പോൾ ഇതിനകത്ത് എത്ര ഇലക്ട്രോണുകൾ വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളോട് ഇവിടെ പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോഡിയത്തിൽ 11 ഇലക്ട്രോണുകളാണുള്ളത്. അറ്റോമിക് നമ്പർ 11 ആണ്. കെയിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ 8ഉം 2ഉം 10 എണ്ണമായി. ഇനി ബാക്കി ഒരെണ്ണമുണ്ട്, അത് എം ഷെല്ലിൽ. ഇനി അടുത്തത് ആർഗണാണ്. ആർഗണിൻ്റെ 18ആണ് അറ്റോമിക നമ്പർ. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ ബാക്കിയുള്ള 8 എണ്ണം. ഇപ്രകാരമായിരിക്കും അതിലെ ഇലക്ട്രോൺ വിന്യാസം. ആർഗണിൻ്റെ ബാഹ്യതമ ഷെല്ലായിട്ടുള്ള എമ്മിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം എത്ര ഇലക്ട്രോണുകളുണ്ട്. 8 എണ്ണമുണ്ട്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എം എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? 3ാമത്തെ ഷെല്ലാണ്. അപ്പോൾ നമുക്കറിയാം ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2n² എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2n² എന്ന് പറയുമ്പോൾ അതിനകത്ത്
18 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ആർഗണിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇപ്പോൾ ഉണ്ട്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18ആണ്. ഇനി പൊട്ടാസ്യത്തിൻ്റെ പ്രതീകം കെ ആണ്. K19. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ 19 ഇലക്ട്രോണുകളെ എങ്ങനെ വിന്യസിക്കും? 2, 8, ഇനി 8, 1. ഇതാണ് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴറിയാം, മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെല്ലിൽ പൊട്ടാസ്യത്തിൻ്റെ കാര്യത്തിൽ 8 എണ്ണമേ നിറഞ്ഞിട്ടുള്ളൂ. അതിൽ ശരിക്കും എത്ര എണ്ണം എന്നറിയാൻ പറ്റും? 18 എണ്ണം. പക്ഷേ അവസാനത്തെ ആ ഒരു ഇലക്ട്രോൺ എവിടെയാണ്? 4ാമത്തെ ഷെല്ലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പൊട്ടാസ്യത്തിലെ അവസാനത്തെ ഇലക്ട്രോൺ 3ാമത്തെ ഷെല്ലിൽ നിറയാതെ 4ാമത്തെ ഷെല്ലിലേക്ക് പോയത്? അത് നമുക്ക് കണ്ടെത്താം. ഒരുപാട് പഠനങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. എന്തിനെപ്പറ്റി? ആറ്റത്തിലെ ഇലക്ട്രോണുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തുടർ പഠനങ്ങളിൽ നിന്നും പുതിയ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രകാരം ഓരോ ഊർജ്ജനിലകളിലുമുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ്ജനിലകളിലായിട്ടുള്ള അതായത് സബ് ഷെല്ലുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഷെല്ലുകൾ എന്ന് പറഞ്ഞു, അതാണ് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഊർജ്ജനിലകൾ. ആ ഊർജ്ജനിലകളിൽ മറ്റെന്തുകൂടിയുണ്ട്? ഉപ ഊർജ്ജനിലകൾ. അവയെ വേറൊരു പേര് കൂടി പറയും, സബ് ഷെല്ലുകൾ. അവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുഖ്യ ഊർജ്ജനില, അതായത് ഷെല്ലുകൾ നമുക്കറിയാം, K, L, M, N എന്നിവയാണ് ഷെല്ലുകൾ. അവയിൽ മറ്റെന്തുകൂടിയുണ്ട്? സബ് ഷെല്ലുകൾ കൂടിയുണ്ട്. ആ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? S, P, D, F എന്നിങ്ങനെ 4 സബ് ഷെല്ലുകളാണ് ഉള്ളത്. ഇനി ഈ സബ് ഷെല്ലുകളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്രമ നമ്പർ തന്നിട്ടുണ്ടല്ലോ. 1ാമത്തെ ഷെല്ല് ഏതാണ്? K ഷെല്ല്. 2ാമത്തെ ഷെല്ല് L, 3ാമത്തത് M, 4ാമത്തത് N. അപ്പോൾ അത് ഓരോന്നിനും ഓരോ ക്രമ നമ്പർ ഉണ്ട്. 1ാമത്തത് K ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എത്രയാണോ ഇതിൻ്റെ ക്രമ നമ്പർ, ഊർജ്ജനിലയുടെ ക്രമ നമ്പർ, അത്രയും സബ് ഷെല്ലുകളായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പോൾ K എന്ന് പറയുന്നതിനകത്ത് K 1ാമത്തെ ഷെല്ലാണെന്ന് നമുക്കറിയാം. അതിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടാകും? 1 സബ് ഷെൽ. L എന്ന് പറയുന്നതിൽ 2 എണ്ണം. 3ാമത്തെ ഷെല്ലായ എമ്മിൽ 3 സബ് ഷെല്ലുകളുണ്ട്. 4ാമത്തെ N ഷെല്ലിൽ 4 സബ് ഷെല്ലുകളും ഉണ്ടായിരിക്കും. ഇനി ഷെൽ നമ്പർ, അതിലെ സബ് ഷെല്ലുകൾ ഇവ ഏതൊക്കെയായിരിക്കും? ഷെൽ നമ്പർ തന്നിട്ടുണ്ട്. 1ാമത്തെ ഷെല്ലായ K ഷെല്ലിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ് ഷെല്ലുകൾ ഏതാണ്? 1ാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടാവും? ഒരേ ഒരു സബ് ഷെൽ. ഏതായിരിക്കും? S സബ് ഷെൽ. 2ാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്, എസും പിയും. 3ാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകൾ ഉണ്ടാകുമല്ലോ, S, P, D. ഇനി 4ാമത്തെ ഷെല്ലിലോ 4 സബ് ഷെല്ലുകൾ ഉണ്ടാവും, S, P, D, F എന്നീ 4 സബ് ഷെല്ലുകളും 4ാമത്തെ ഷെല്ലിൽ ഉണ്ടായിരിക്കും. ഇനി എല്ലാ സബ് ഷെല്ലുകളിലുമുള്ള പൊതുവായിട്ടുള്ള സബ് ഷെൽ ഏതായിരിക്കും? എല്ലാത്തിലും ഉള്ളത് ഏതാണ്? S സബ് ഷെല്ലാണ്. ശരിയാണ്, S സബ് ഷെല്ലാണ് എല്ലാത്തിലും, എല്ലാ ഷെല്ലുകളിലും ഉള്ളത്. 1ാം ഷെല്ലിലെ S സബ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? 1ാമത്തെ ഷെല്ലിലെ S സബ് ഷെൽ, 1 ഷെല്ല് S സബ് ഷെൽ, അപ്പോൾ 1S. 2ാം ഷെല്ലിലെ S സബ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? 2ാമത്തെ ഷെല്ലായതുകൊണ്ട് 2, S സബ് ഷെല്ലായതുകൊണ്ട് S, അതായത് 2S. ഇനി നമുക്ക് പുസ്തകത്തിലുള്ള ഒരു പട്ടികയാണ് പൂർത്തിയാക്കാനുള്ളത്. ഷെൽ നമ്പറുകൾ തന്നിട്ടുണ്ട്, സബ് ഷെല്ലുകൾ നമുക്കറിയാം. ഇനി സബ് ഷെല്ല് പ്രതിനിധാനം ചെയ്യുന്ന രീതി, അതാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഷെൽ നമ്പർ 1, അതിൽ ഒരേ ഒരു സബ് ഷെല്ലുള്ളൂ, S. അതെങ്ങനെയാണ് എഴുതുന്നത്? 1S. ഇനി 2ാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ടല്ലോ, എസും ഉണ്ട്, പിയും ഉണ്ട്.
അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും സബ്ഷെല്ലിൽ എങ്ങനെയായിരിക്കും എഴുതുന്നത്? 2s, രണ്ടാമത്തെ ഷെല്ലിലെ p എന്ന് പറഞ്ഞാൽ 2p. ഇനി മൂന്നാമത്തെ ഷെല്ലിലെ s എന്ന് പറഞ്ഞാലോ 3s. മൂന്നാമത്തെ ഷെല്ലിലെ p അവിടെ എഴുതിയിട്ടുണ്ട് 3p. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ d ഉണ്ട് 3d. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലുകളുണ്ട്. നാലാമത്തെ ഷെല്ലിലെ s സബ് ഷെല്ലിനെ എങ്ങനെ സൂചിപ്പിക്കും? 4s. അടുത്തത് 4p, അടുത്തത് 4d, അവസാനത്തത് 4f. ഇനി നമുക്ക് മറ്റൊരു പട്ടിക കൂടി പൂർത്തിയാക്കാനുണ്ട്. ഷെൽ നമ്പറുകൾ തന്നിട്ടുണ്ട്, സബ് ഷെല്ലുകൾ തന്നിട്ടുണ്ട്. ഇനി താഴെ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. മൂന്നാമത്തെ ഷെല്ലിൽ 18. നാലാമത്തെ ഷെല്ലിൽ 32 എണ്ണം. അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ ഭാഗമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1s അതിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? അതായത് എസ് ആകെ ഒരേ ഒരു സബ് ഷെല്ലല്ലേ ഒന്നാമത്തെ ഷെല്ലിലുള്ളൂ. അതായത് എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? 2 എണ്ണം. ഇനി രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണെങ്കിലും എസ് ആയതുകൊണ്ട് അതിനകത്ത് ആകെ 2 ഇലക്ട്രോണുകളെ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെല്ലിലെ ആകെ 8 ഇലക്ട്രോണുകളുണ്ട്. അതിൽ 2 എണ്ണം എസ് സബ് ഷെല്ലിലാണെങ്കിൽ ബാക്കി പി എന്ന് പറയുന്ന 2, രണ്ടാമത്തെ ഷെല്ലിലെ 2p എന്ന് പറയുന്ന ആ സബ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ടാകും? 8ൽ നിന്ന് 2 പോയാൽ ബാക്കി 6. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 3s, അതിൽ എസ് സബ് ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോണുകളെ പറ്റൂ. പിയിൽ നമ്മൾ പറഞ്ഞു 6 എണ്ണമേ പറ്റുകയുള്ളൂ. ഡിയിൽ ഇനി താഴെ നോക്കുക, 18 ഇലക്ട്രോണുകളാണ് മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതിനകത്ത് 6ഉം 2ഉം എസ്സിലും പിയിലും കൂടി 8 എണ്ണമായി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 10. അപ്പം 3d, അതായത് ഡി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഇനി നാലാമത്തെ ഷെല്ലിലേക്ക് വരുമ്പോൾ 4sൽ 2, 4pയിൽ 6, ഡിയിലെ നമ്മൾ എണ്ണം കണ്ടെത്തി 10. ഇനി ബാക്കി താഴെ നോക്കുക, 32 എണ്ണമാണ് നാലാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത്. അതിൽ 6ഉം 2ഉം 8, 8ഉം 18 എണ്ണം കഴിഞ്ഞു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 14 ഇലക്ട്രോണുകളാണ് എഫ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്കിപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് ഈ അടുത്ത ഒരു പട്ടികയിലേക്ക് കംപ്ലീറ്റ് ചെയ്യാം. സബ് ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം. ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മളിപ്പോൾ കണ്ടെത്തി. എത്രയാണ്? എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? 2. അതുപോലെ അടുത്തത് പി സബ് ഷെല്ലാണ്. അതിൽ നമ്മൾ കണ്ടെത്തി 6 ഇലക്ട്രോണുകൾ. ഡിയിൽ 10, എഫിൽ 14. ഇങ്ങനെയാണ് ഈ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. ഇത് നമ്മൾ വളരെ നന്നായി ഹൃദിസ്ഥമാക്കി വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.